വെൽക്കം ടു ഫാഷൻ കഫേ. എൻ്റെ പേര് സഫാനത്ത്. ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ചിറ്റ് ചാറ്റ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. നമ്മളുടെ ചാനലിൽ ഓൾറെഡി ഒരു 5 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലെല്ലാം കുറച്ച് കമൻസ് ഉണ്ട്. ആ കമൻസിനൊക്കെ ആൻസർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ വാട്സപ്പിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും 2-3 ആൾക്കാർ കുറച്ച് ഡൗട്ട്സും ചോദിച്ചത്. അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ, മലപ്പുറം അങ്ങനെ ഓരോരോ സ്ഥലം ചോദിച്ചിട്ട് അവിടെയെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പം അതിൻ്റെ ആൻസറാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈറ്റ്, ആ സൈറ്റിൽ നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എവിടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഉണ്ട്. എല്ലാം നമ്പറും കറക്റ്റാണോന്നൊന്നും അറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് സൈറ്റിൽ നിന്ന് കിട്ടിയതാണ്. അത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ അടുത്ത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വന്നിട്ടുള്ള ഒരു കമൻറ്റാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫീസ് ഉണ്ട് എന്നുള്ളത്. ഈ കോഴ്സ് വേറെയും ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ശരിയാണ്, ഈ കോഴ്സ് വേറെയും ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഫീസ് ഉണ്ട്. ഞാൻ താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സാണ്. ഞാനിപ്പം പഠിച്ചിട്ടുള്ളത് കണ്ണൂർ പഴയങ്ങാടി നെരുവമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ടെക്നിക്കൽ സ്കൂളിൻ്റെ അണ്ടറിൽ വരുന്ന ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അപ്പോൾ അവിടെ എക്സാം എഴുതാൻ വരുന്നത് പയ്യന്നൂർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതേ സെയിം കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അവിടെയുള്ള കുട്ടികളാണ് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സാം എഴുതാൻ വരുന്നത്. അന്നേരം ഞാൻ പരിചയപ്പെട്ട ഒരു 2 കുട്ടികൾ, അവരൊക്കെ ലക്ഷദ്വീപിൽ നിന്ന് വന്നിട്ടാണ് ഈ പയ്യന്നൂരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നത്. അവരവിടെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കുന്നതെന്ന് അന്നേരം പറഞ്ഞു. പക്ഷെ അവർ ഫീസ് കൊടുത്തിട്ടാണ് പഠിക്കുന്നത്. പക്ഷെ നമ്മളെടുത്ത് ആ സമയത്ത് ഒരു 2-3 സീറ്റൊക്കെ ഒഴിവുണ്ടായിന്. അപ്പം ഞാൻ അതിൽ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴ്സിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർക്ക് ഇനിയും അറിയാണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനൊരു വീഡിയോയും ചെയ്യാൻ തുടങ്ങാനും കാരണം അറിയാത്ത ആൾക്കാർക്ക് അതൊരു ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചു. സെയിം കോഴ്സ് ഫീസ് വളരെ കുറച്ചിട്ട് ഒരുപാട് മെറ്റീരിയൽസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള മെറ്റീരിയൽസേ നമ്മൾ വാങ്ങിക്കേണ്ടതുള്ളൂ. അത്രയും ഗവൺമെൻറ് നമുക്ക് ചെയ്തു തരുമ്പം അതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. അതാണ് കാര്യം. അപ്പോൾ അതാണ് ഈ ഫീസ് ഉള്ളതും ഇല്ലത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫീസ് വളരെ കുറവാണ്. എന്തോ ചെറിയ പൈസ മാത്രമേ ഉള്ളൂ. SC ST അങ്ങനത്തെ ഒരുപാട് സാധാരണ ഉള്ള എല്ലാ സംവരണങ്ങളും ഉണ്ട്. ഇതേ കോഴ്സ് പഠിപ്പിക്കുന്ന മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഫീസ് ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ അതായിരിക്കും എല്ലാവരും പറയുന്നത് കമൻറ്റ് ബോക്സിൽ. പിന്നെ ചോദിച്ചിട്ടുള്ളത് സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. ഞാൻ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കൂടി ചെയ്ത എല്ലാ വർക്ക്സും എല്ലാ ആൽബംസും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത് എന്നുള്ളത്. അപ്പം അത് നമുക്ക് ചെയ്യാം. ഇത്രയും വർക്ക്സാണ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടിയിട്ട് ചെയ്യാനുള്ളത്. ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇയറിലെ ഫാഷൻ ഇല്ലുസ്ട്രേഷൻ്റെ ആൽബാണിത്. ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മനസ്സിലുള്ള ഡിസൈൻസിനെ പേപ്പറിലേക്ക് വരയ്ക്കുന്നതാണ്. 8 ഹെഡ് ഉണ്ട്, 10 ഹെഡ് ഉണ്ട്, 12 ഹെഡ് ഉണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രോക്കിയുണ്ട്. ക്രോക്കിക്കാണ് നമ്മൾ ഡ്രസ്സ് ചെയ്ത് സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പോൾ അത് പഠിക്കുന്നതിന് ആദ്യം ഐസ്, നോസ്, ലിപ്സ്, അങ്ങനെ ഹെയർ സ്റ്റൈൽ, ഇയേഴ്സ്, ഷൂ, ലെഗ്സ്, ഹാൻഡ്സ്, ഡിഫറെൻറ്റ് പൊസിഷനാണിത്. Z പോസ്, Y പോസ്, A പോസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്നെക്സ്. അപ്പോൾ ആദ്യം ഓരോന്നായിട്ട് ബേസിക്കായിട്ട് പഠിച്ചതിന് ശേഷം ഈ ഡ്രസ്സ് എങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാമെന്നാണ് ഇതിൽ ഈ ഫാഷൻ ഇല്ലുസ്ട്രേഷനിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ കളർ ഏത് കളറിൻ്റെ കൂടെ ഏത് കളർ മാച്ച് ആവുന്നു, അങ്ങനെ സ്മോൾ സ്കെയിലുണ്ട്, ബിഗ് സ്കെയിലുണ്ട്. ബിഗ് സ്കെയിലിൻ്റെ പാറ്റേൺ മേക്കിങ്ങിൻ്റെ ബുക്കാണിത്. ഇതിൽ നമ്മൾ ഇങ്ങനെ വലിയ പാറ്റേൺ ആയിട്ടാണ് ഉണ്ടാവൽ. ഇങ്ങനെയെല്ലാം നമ്മൾ ഈ വർഷം പഠിക്കാനുള്ള എല്ലാ ഡ്രസ്സിൻ്റെയും പാറ്റേൺസ് ഇതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മിറർ വർക്ക് പഠിക്കാനുണ്ട്, സ്വീക്വൻസ് വർക്ക്, ബീഡ്സ് വർക്ക്. പിന്നെ ഫസ്റ്റ് ഇയറിൽ ബേസിക് ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ. ഇതിൽ ഈ വർഷം എല്ലാം ബേസിക്കായിട്ട് മാത്രമേ പഠിക്കാനുള്ളൂ. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യൽ ഇത്തരം ലൈൻസും ഇതൊക്കെ പേപ്പറിൽ കട്ട് ചെയ്തിട്ടാണ്. പേപ്പറിൽ അന്നേരം ബേസിക്കായിട്ട് സ്റ്റിച്ചിങ് തീരെ അറിയാത്തവർ ആദ്യം പേപ്പറിൽ ഇങ്ങനെ ലൈൻസും കർവ്സും ഒക്കെ ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം തുണിയിൽ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ്
ഇത് സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഈ വർഷം പഠിക്കാനുള്ളത് ബേസിക് സ്ലീവ്, പിന്നെ സിബ്, ഫുൾ ഡ്രസ്, കുറച്ച് കോളർ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോക്കറ്റ്സ്, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ഫുൾ ഡ്രസ്സ് വരുന്നത് സെക്കൻഡ് ഇയറിലാണ്. ചെറിയ പാറ്റേൺ മേക്കിങ്ങിൻ്റെ ബുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ബേസിക് ബോഡിയും ബേസിക് സ്കേർട്ടും ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുണ്ട്. ബേസിക് ബോഡിയും ബേസിക് സ്കേർട്ടും ആണ് ഒരു ഡ്രസ്സിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് എല്ലാ കൈൻഡ് ഓഫ് ഡ്രസ്സും ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയാണ് ചെറിയ പാറ്റേണിൻ്റെ ആൽബം ഉണ്ടാവുക. പിന്നെ ഇതുപോലെ വലിയ പാറ്റേണിൻ്റെ ആൽബം സെക്കൻഡ് ഇയറിലുണ്ട്. അതുകൂടാതെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വർക്കുകൾ നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വർക്കുകളാണിത്. റിബൺ വർക്ക്, കമൽ കടായി, ജർദോസി, സാന്ത വർക്ക്, ബീഡ്സ് വർക്ക്, ഫ്രിഞ്ചസ്, ഷാഡോ വർക്ക്, കച്ച് വർക്ക്, കട്ട് വർക്ക്, അങ്ങനെ ഒരുപാട് തരം വർക്ക്സ് പഠിക്കാനുണ്ട്. സീക്വൻസ് വർക്ക്, സർഫേസ് മിറർ വർക്ക്, പിന്നെ ഫാബ്രിക് പെയിൻറ്റിങ് ഉണ്ട്. ടൈ ആൻഡ് ഡൈ പഠിക്കാനുണ്ട്. ഫാബ്രിക് പെയിൻറ്റിന് ഡിഫറെൻറ്റ് ടൈപ്പ് പഠിക്കാനുണ്ട്. അത് കൂടാണ്ട് ടൈ ആൻഡ് ഡൈ ഡിഫറെൻറ്റ് ടൈപ്പ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയെല്ലാം വാല്യൂ എഡിഷൻ ടെക്നിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങിൽ വരുമ്പോൾ ഇങ്ങനെ ഒരുപാട് സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെയുള്ള ഒരു സബ്ജക്റ്റ് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിൽ പഠിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇല്ലസ്ട്രേഷനിൽ ചെയ്ത ക്രോക്കിയും കാര്യങ്ങളും എങ്ങനെ കമ്പ്യൂട്ടറിൽ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് ചെയ്യാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്, എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ബിസിനസ് നടത്തുന്നത് എന്നുള്ളത്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടമാവാത്തതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് മുന്നോട്ടുള്ള വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ, സ്റ്റേ ട്യൂൺ.